ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഇസ് മീ അഞ്ജു. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എല്ലാവരും സേഫായിട്ടിരിക്കുകയാണെന്നൊക്കെ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് നമ്മുടെ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ ജേർണിയുടെ പാർട്ട് 2 വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ പാർട്ട് 1 ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ പോയി കണ്ടു നോക്കാം കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമ്മുടെ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞാൻ രണ്ടാമതായിട്ട് ഞാൻ എന്ത് ചെയ്തെന്നുള്ളതാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു കാര്യം പറയാം, നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇന്ന് ഞാനൊരു ഫേസ് പാക്കാണ് കേട്ടോ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫേസ് പാക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ സ്കിന്നിനെ ചേഞ്ച് ചെയ്യണം എന്നുദ്ദേശിച്ച അപ്പോൾ മുതൽ ഞാൻ ആദ്യമായി ട്രൈ ചെയ്ത് എനിക്ക് വർക്ക് ചെയ്ത ഒരു ഫേസ് പാക്കാണ്. ഈ ഫേസ് പാക്കിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ഡെയിലി നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം. എല്ലാ ദിവസവും നമുക്ക് അപ്ലൈ ചെയ്യാം. അത്രയും മൈൽഡ് ആയിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. സൺ ടാൻ മാറ്റാനും അതേപോലെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും നമ്മുടെ ഫേസിൽ ആക്നേസ് അതായത് പിമ്പിൾസ് ഒക്കെ വന്നിട്ടുള്ള സ്കാർസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള പാടുകൾ കുറയ്ക്കാനും ഒക്കെ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് വഴി ഇതൊക്കെ കുറച്ച് നമ്മുടെ സ്കിന്നിനൊരു ഈവൻ ടോൺ അല്ലെങ്കിൽ നല്ല ബ്രൈറ്റൻഡ് ആയിട്ടുള്ളൊരു ഫേസ് വരാനായിട്ട് നമ്മുടെ സ്കിന്നിന് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫേസ് പാക്കാണിത്. അപ്പോൾ ഇത് മസ്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യണം. ഡെയിലി നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ നമ്മൾ ഇതും കൂടി ഉൾപ്പെടുത്തണം. ഇത് നമുക്ക് ഏത് ടൈമിൽ വേണമെങ്കിലും ചെയ്യാം. രാവിലെ വേണമെങ്കിൽ ചെയ്യാം, അല്ല ഈവനിങ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അത് നമ്മുടെ ചോയ്സാണ്. അത് ഏത് ടൈമിൽ വേണമെങ്കിലും ചെയ്യാം. രാവിലെ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാതിരിക്കണം. ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ സൺസ്ക്രീൻ ഇടാണ്ട് ഒരിക്കലും പുറത്തിറങ്ങി വെയിലത്തിറങ്ങി നടക്കുകയേ ചെയ്യരുത്. അത് നമുക്ക് നേരെ ഓപ്പോസിറ്റ് റിയാക്ഷൻ ആയിരിക്കും തരിക. നമ്മുടെ സ്കിൻ ബെറ്റർ ആക്കണമെന്ന് വിചാരിക്കും, പക്ഷെ നമ്മുടെ സ്കിൻ ഒന്നുകൂടി ഡാമേജ് ആവുകയുള്ളൂ. അത് നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ലുക്ക് എങ്ങനെയായിട്ട് ഇഷ്ടപ്പെട്ടോ? എൻ്റെ കമ്മലൊക്കെ കണ്ടില്ലേ, നല്ലതാണോ? ഇഷ്ടപ്പെട്ടെന്ന് പറയണേ. അപ്പോൾ നമുക്ക് ഈ ഫേസ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് ഈ പാക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം ആവശ്യമുള്ളത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. ഞാനിവിടെ 2 സ്പൂൺ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഗോതമ്പ് പൊടി വളരെ നല്ലതാണ് കേട്ടോ. പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ, സൺ ടാൻ മാറ്റാനും ഒക്കെ ആയിട്ട് വളരെ നല്ല സാധനമാണ്. അതുകൊണ്ടാണ് ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത്. ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന തൈരാണ് കേട്ടോ. നല്ല പുളിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത്. വളരെ പെട്ടെന്ന് സൺ ടാൻ മാറ്റാനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ തൈര് എന്ന് പറയുന്നത്. റെഗുലറായിട്ട് നമ്മൾ തൈര് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. നല്ല രീതിയിൽ സ്കിൻ ബ്രൈറ്റൻ ആക്കാനായിട്ട് ഈ തൈര് നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ശേഷം നമ്മൾ ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ നമ്മുടെ ഫേസ് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കണം. ഒരിക്കലും ഡ്രൈ ഫേസിലേക്ക് നമ്മൾ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കരുത് കേട്ടോ. ഞാനപ്പോൾ ആ തൈര് തന്നെ യൂസ് ചെയ്തിട്ടൊന്ന് നനച്ച് കൊടുത്തതിന് ശേഷം ഫേസ് പാക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്ലൈ ചെയ്തൊരു 10 മിനിറ്റോളം വെയിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ഒന്ന് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം ഞാനത് വാഷ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ആദ്യം ഒന്ന് വൈപ്പ് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ ഞാൻ വാഷ് ചെയ്തത്. നമുക്കത് വൈപ്പ് ചെയ്ത് മാറ്റുമ്പോൾ തന്നെ ആ റിസൾട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. നല്ല രീതിയിൽ ഫേസ് ബ്രൈറ്റൻ ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കത് നന്നായിട്ട് തിരിച്ചറിയുന്നുണ്ടാവും എന്ന് എനിക്കറിയാം. കാരണം നല്ല രീതിയിൽ എൻ്റെ ഫേസിനെ ബ്രൈറ്റൻ ചെയ്തിട്ടുണ്ട്. വൈപ്പ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഞാൻ ഈ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് അതും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. സൺ ടാൻ എല്ലാം തന്നെയും മാറ്റി ഫേസിന് നല്ലൊരു ഗ്ലോയും ഒരു ഈവൻ ടോൺ ലുക്കും തരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ ഇത്. റെഗുലറായിട്ട് നമ്മളിത് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ചേഞ്ചസ് നമ്മുടെ സ്കിന്നിൽ കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ഫേസ് നല്ല രീതിയിൽ ബ്രൈറ്റൺ ആവാനും നല്ല ഈവൻ ടോൺഡ് ആയിട്ടുള്ളൊരു ലുക്ക് കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ്. ഇത് വാഷ് ചെയ്തതിൻ്റെ ശേഷമുള്ള ലുക്കാണ് കേട്ടോ. നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം. നല്ല രീതിയിൽ ബ്രൈറ്റൺ ആയിട്ടുണ്ട് എൻ്റെ ഫേസ്. അപ്പോൾ ഫേസും നെക്കും തമ്മിലുള്ള ഡിഫറൻസ് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ. വാഷ് ചെയ്തതിൻ്റെ ശേഷം ഞാൻ എൻ്റെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. രാവിലെയാണ് ഞാൻ ഈ പാക്ക് അപ്ലൈ ചെയ്തത്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഞാൻ മോയ്സ്ചറൈസർ ഇട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം ഫേസിൽ സൺസ്ക്രീനും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. സൺസ്ക്രീൻ മസ്റ്റ്. സൺസ്ക്രീൻ ഇട്ടില്ലെങ്കിൽ നമ്മുടെ ഫേസ് ഒന്നുകൂടി ടാൻ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യരുത് രാവിലെയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം, ഇത് നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യണം കേട്ടോ. ചിലപ്പോൾ നമുക്ക് ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടും. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ ഇതങ്ങ് മങ്ങിപ്പോകുന്നതായിട്ട് കാണാം. അതിന് കാരണം നമ്മുടെ ഫേസ് ഇതുമായിട്ട് ആപ്റ്റായിട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇത് റെഗുലറായിട്ട് ഡെയിലി യൂസ് ചെയ്ത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന പാക്കാണ്. ഒന്നും കൊണ്ട് പേടിക്കേണ്ട. ഇത് നമ്മൾ ഡെയിലി യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ഒരു കുഴപ്പമില്ല. പക്ഷേ ചില പാക്കുകൾ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു, ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. അത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുകയില്ല. കാരണം അതൊരു ബ്ലീച്ചിങ് എഫക്റ്റ് ഉള്ള ഒരു പാക്കാണ്. അത് നമുക്ക് വീക്ക്ലി വൺസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നന്നായിട്ട് ടാൻ അടിച്ചിരിക്കുകയാണ്, വെയിലത്തൊക്കെ പോയി കരിഞ്ഞ് വന്ന്, അല്ലെങ്കിൽ നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, അതിനൊക്കെ മുന്നേ ആയിട്ട് നമുക്ക് സ്കിന്നൊന്ന് പ്രെപ്പ് ചെയ്ത് റെഡി ആക്കണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ് അത്.
പക്ഷേ ഇതങ്ങനെയല്ല. ഇത് നമുക്ക് നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ ഇപ്പം നമ്മൾ രാവിലെ അല്ലെങ്കിൽ നൈറ്റ് ചെയ്യുന്ന സ്കിൻ കെയർ റുട്ടീൻ ഞാൻ പറഞ്ഞല്ലോ, അതുപോലെ ഡെയിലി ബേസിസിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. എല്ലാ ദിവസവും നമുക്ക് ഫോളോ ചെയ്യാം, നല്ലതാണ്. അതുപോലെ ഇതിൽ ഏതെങ്കിലും ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾക്ക് അലർജിക് ആണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക. അതിന് പകരം ഓൾട്ടർനേറ്റ് ആയിട്ട് പറ്റുന്നത് ഏതാണോ എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യണം. അത് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് വഴി ചോദിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം അതിന് പകരം എന്ത് ചെയ്യാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ചില പാക്കുകളൊന്നും നമ്മൾ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അത് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്, യൂട്യൂബിൽ തന്നെ ഒരുപാട് ഫേസ് പാക്കുകളുടെ വീഡിയോ ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം പോയി ട്രൈ ചെയ്ത് നോക്കരുത്. ഫേസിലേക്ക് നമുക്ക് ആപ്റ്റായിട്ടുള്ള ഒരെണ്ണം. ഞാൻ ഈ ഒരു ഫേസ് പാക്ക് മാത്രമാണ് ആദ്യം എൻ്റെ സ്കിൻ കെയർ ജേർണി സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഞാൻ ഫോളോ ചെയ്തിരുന്ന ഒരു ഫേസ് പാക്ക്. ഇത് യൂസ് ചെയ്ത് എൻ്റെ സ്കിൻ ബെറ്ററായി വരുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനിത് ഡെയിലി യൂസ് ചെയ്യുന്നത് നിർത്തിയിട്ട് ഓൾട്ടർനേറ്റീവ് ഡേയ്സിലേക്ക് മാറ്റി. ആദ്യം ഈ പാക്ക് തന്നെ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലോട്ട് മാറ്റി. അതിനുശേഷം ഞാൻ പല പല ഫേസ് പാക്കുകൾ ട്രൈ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഏതൊക്കെ ബെറ്ററായിട്ട് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ബെറ്റർ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, അതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ അലർജിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ഒരിക്കലും യൂസ് ചെയ്യരുത്. നമുക്ക് വേസ്റ്റ് ആയിട്ടുള്ള കണ്ടീഷനിലേക്ക് പോകും. പിന്നെ നിങ്ങൾ ആരും ചീത്ത വിളിക്കരുത്. അങ്ങനെ ഏതെങ്കിലും ഇൻഗ്രീഡിയൻറ്റ് അലർജിക് ആണെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്യരുത്. അതുപോലെ പാക്ക് ഉണ്ടാക്കിയതിൻ്റെ ശേഷം ഇത് ജസ്റ്റ് എവിടെയെങ്കിലും നമ്മുടെ ഈ നെക്കിൻ്റെ ഈ ഒരു പോർഷനിൽ എങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു കുറച്ച് നേരം വെയിറ്റ് ചെയ്തൊക്കെ ഭയങ്കര ഇച്ചിങ് അല്ലെങ്കിൽ റെഡായിട്ട് വരിക, അല്ലെങ്കിൽ ചെറിയ മറ്റേ ടൈനി ബംസ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുരുക്കൾ പോലെയൊക്കെ വരികയാണെങ്കിൽ അത് നിങ്ങൾക്ക് അലർജിക് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. അന്നേരം അത് ഉപയോഗിക്കേണ്ട. അതിന് പകരം, അതായത് ഏത് ഇൻഗ്രീഡിയൻ്റ് ആണോ അലർജിക് ആയിട്ട് വരുന്നത്, അതിന് പകരം മറ്റൊരെണ്ണം ഓൾട്ടർനേറ്റീവായിട്ട് നമുക്ക് ചേർക്കാം അതിനകത്തോട്ട്. അപ്പോൾ എല്ലാവരും ഈ ഫേസ് പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല അടിപൊളി പാക്കാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് അത് എങ്ങനെ വർക്ക് ചെയ്തെന്നുള്ളത് എന്നോട് കമൻറ്റ് ബോക്സിൽ പറയട്ടോ. നന്നായിരുന്നു, ഗുഡായിരുന്നു എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സ് വഴി പറയും. അപ്പോൾ മറ്റുള്ളവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഇനിയും വീഡിയോസ് ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് വയ്ക്കുക. എങ്കിലേ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ, നിങ്ങൾക്ക് കാണാനും പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.